പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗാബോണ്ടൻ തൈയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുതിയ ഇനം ഒരു തെങ്ങിൻ തൈയാണല്ലേ. ഡാർക്ക് ഇനത്തിൽപ്പെട്ട ഒരു പച്ചത്തെങ്ങാണ്. വളരെ പൊക്കം കുറഞ്ഞ തെങ്ങിൻ തൈയായത്. നമുക്ക് കൊച്ചു സ്ഥലത്ത് വേണേലും അത് വെക്കാം. വളരെ പരിമിതമായ സ്ഥലമുള്ളവർക്കും ഈ ഒരു തെങ്ങിൻ തൈ വെക്കാൻ പറ്റും. ഇത് വലിയ വലിപ്പം വെക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഡ്രമ്മിനകത്തൊക്കെ ഇത് നട്ടു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളിത് നാളികേരത്തിന് എടുക്കാം, അതുപോലെ കരിക്കായിട്ട് ഉപയോഗിക്കാം, കൊപ്രയാട്ടിയിട്ട് വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം. ആൾക്കാർ പറയും, അയ്യോ ഈ തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ ഇത് കരിക്കിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഡൗട്ട് പറയും. പക്ഷെ അങ്ങനൊന്നുമല്ല, ഇത് നല്ല തെങ്ങിൻ തൈയാണ്. എല്ലാവർക്കും ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പല നഴ്സറികളിൽ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഷോപ്പിൽ ഇതുണ്ട്. ഒരു 8 മാസം പ്രായമായ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും അത് കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഈ തൈ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 5-6 മീറ്റർ അകലത്തിൽ വേണം തൈകൾ തമ്മിൽ നടുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വേണം ഈ തൈ വെക്കാനായിട്ട്. തൈ വെക്കുമ്പോൾ നന്നായിട്ട് അടിവളം ഇട്ട് കൊടുക്കണം. നമ്മൾ തൈ വെക്കാനെടുക്കുന്ന കുഴി എടുക്കുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് എടുക്കുന്ന മണ്ണും അതിനൊപ്പം തന്നെ പകുതി മണ്ണെടുത്തിട്ട് കുഴി എടുക്കുമ്പോൾ മണ്ണ് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ പകുതി മണ്ണിൻ്റെ കൂടെ നമ്മൾ വേപ്പ് പിണ്ണാക്ക് 1 കിലോ, 1/2 കിലോ എല്ലുപൊടി, അതുപോലെ 2-3 കിലോ ചാണകം, ചാരം ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് വേണം ഈ തൈ വെക്കാൻ. പറ്റുമെങ്കിൽ തൊണ്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും അടിയിലെ തൊണ്ട് മരത്തി വെച്ചിട്ട് അതിനകത്ത് വേണം നമ്മൾ ഇത് തൈ വെച്ച് കൊടുക്കുവാണെങ്കിൽ എളുപ്പം വേരോട്ടം ഉണ്ടാകും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് മണ്ണിട്ട് മൂടി വരുമ്പോഴത്തേക്കിന് ചെറിയ കുഴി പോലും കാണും. ഒരു 4 മാസം കൂടുമ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്മൾ വളമിട്ട് കൊടുക്കണം. ജൈവവളം ഇട്ട് കൊടുക്കുക, പച്ചിലകളൊക്കെ വെട്ടി പൊതയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ തെങ്ങ് കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിനെ നമ്മൾ ചുവട്ടി ഇരുന്ന് തേങ്ങ പറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മൾ തെങ്ങാറ്റക്കാരെ വിളിക്കണം ഒരു മരുന്ന് വെക്കണമെങ്കിലോ തേങ്ങ പറിക്കണമെങ്കിലോ. ഈ ചെറിയ തെങ്ങാകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിനെ പരിചരിക്കാനും വളവിടാനും അതുപോലെ തേങ്ങ പറിക്കാനും തെങ്ങിലും എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാനും ഒക്കെ പറ്റും. ഇപ്പം മിറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ 2 സൈഡിലുമൊക്കെ ഈ തെങ്ങും തൈ വെച്ച് പിടിപ്പിക്കാം. തേങ്ങയ്ക്ക് തേങ്ങയായി നല്ല ഭംഗിയുമാണ്. ഇത് പച്ചത്തേങ്ങ, വലിയ ഓലയ്ക്കൊന്നും ഒത്തിരി നീളമൊന്നും വരത്തില്ല, കാണാൻ നല്ല ഭംഗിയാണ്. അത് ഓരോ ഏക്കറിനകത്തൊക്കെ ഒരു 10-40 തെങ്ങയിലും വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് പപ്പായയില്ലേ, പപ്പായയുടെ ഒരു വലുപ്പത്തിലാണ് തേങ്ങ ഇരിക്കുന്നത്. ഒരു 3 തേങ്ങയുണ്ടെങ്കിൽ പൊതിച്ചത് 3 തേങ്ങയുണ്ടെങ്കിൽ 1 കിലോയിലും വരും. അതുപോലെ തന്നെ ഇതിന് അധികം ചകിരിയില്ല, ഉള്ളിലെ ചകിരിയില്ല, നല്ല കാമ്പുള്ള തേങ്ങയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് നടാൻ പറ്റിയ നല്ലൊരു ഇനം തെങ്ങാണ്. ഏകദേശം ഇതിൻ്റെ 15 വർഷം വരെ ഇതിനകത്ത് വിളവെടുക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാമല്ലോ. കാരണം 2 വർഷം നമ്മൾ കാത്തിരുന്നാൽ മതി പിന്നെ നാളികേരം ഉണ്ടാകാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും വലിയ കേടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള നല്ലൊരു തെങ്ങാണ് ഡാർക്ക് ഗംഗാബോണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് എല്ലാ നഴ്സറിയിലും കിട്ടും. ഏകദേശം 300-350 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടമാണ്. കാരണം കൊച്ചു തെങ്ങല്ലേ, നമുക്ക് നോക്കാനും എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ കവിളിനൊക്കെ നമ്മൾ ഈ നഫ്തലിൻ ബോളിടാം. അതൊരു വേപ്പും പിണ്ണാക്കും ചരലുമായിട്ട് മിക്സ് ചെയ്ത് അതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് തനിയെ വൃത്തിയാക്കാം. അങ്ങനെ ഒത്തിരി മെച്ചമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ തെങ്ങ് വാങ്ങിച്ച് അവരുടെ വീട്ടുവളപ്പിൽ വെക്കുക. ഓക്കെ, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അടുത്ത വീഡിയോയുമായി വീണ്ടും